ഹായ് മക്കളെ, എല്ലാവർക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയല്ലോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കി മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പേര്, സ്കൂള് എന്ന് 2 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പേര് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് ബ്ലാങ്കായിട്ട് കിടക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതി കൊടുക്കണം. സ്കൂള് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരുമാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അതിൻ്റെ താഴെ 2 പട്ടികകളിലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1ാമത്തെ പരീക്ഷയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ താഴെയായിട്ട് 2ാമത്തെ പരീക്ഷയുടെ പ്രവർത്തനങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. 1ാമത്തെ പട്ടം ചെടിയും പട്ടവും പട്ടം കണ്ടത്, ചിരിക്കുന്ന പാവ, ആടാം പാടാം, വലിയ ചെടി 1ാമത്തെ പ്രവർത്തനത്തിൽ. 2ാമത്തെ പ്രവർത്തനം തിന്നാം, പൂവിലെത്തുന്നവർ, ചെറുതും വലുതും, ഇതളുകൾ. അപ്പം നമുക്ക് ചെയ്താലോ. നോക്കി ആദ്യത്തെ പ്രവർത്തനം നോക്കി. പട്ടം വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. അവിടെ കുറച്ച് കുത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ കുത്തുകൾ നിങ്ങൾ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ മനോഹരമായ ഒരു പിക്ചർ, ഒരു പടം നിങ്ങൾക്ക് കിട്ടും. അതെന്താണെന്ന് മക്കൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ഒരുപാട് വരച്ചില്ലയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കുത്തുകൾ യോജിപ്പിച്ച് വരച്ച് നോക്കിക്കേ. അപ്പോൾ ആരാണെന്നത് കിട്ടും. അതിൻ്റെ താഴെയായിട്ട് ഞാൻ ആര് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ പേരെഴുതണം. അപ്പം കുത്ത് യോജിപ്പിച്ചപ്പോഴത്തേക്ക് ആരാണെന്ന് കിട്ടിയോ? ആരാ? നമ്മുടെ പട്ടമാണ് ഇല്ലയോ. പട്ടമെന്ന് മക്കൾക്കൊക്കെ എഴുതാൻ അറിയാവോ? അറിയത്തില്ലെങ്കിൽ പഠിച്ചോണം കേട്ടോ. പട്ടം നമുക്കിവിടെ എഴുതാവേ. എല്ലാ മക്കളും ഇത് എഴുതാൻ പഠിക്കണം കേട്ടോ. പട്ടം എന്ന് എഴുതാൻ പഠിക്കണേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കേ. ചെടിയും പട്ടവും പറയാം, എഴുതാം. അവിടെ നോക്കിയേ, ഒരു ചെടിയിൽ പട്ടം വന്ന് കുരുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ചെടി പട്ടത്തിനോടായിട്ട് ചോദിക്കുക, നീ ആരാ? അപ്പോൾ പട്ടം എന്ത് പറയും? എന്താ പറയുന്നത്? മക്കൾക്കറിയാമല്ലോ, ഒന്ന് പറഞ്ഞേ. ഞാൻ പട്ടം ഇല്ലയോ. പട്ടം എന്താ പറയുന്നത്? ഞാൻ പട്ടം. ഇനി അടുത്തത് പട്ടം ചെടിയുടെ കൂടെ ചോദിക്കുക, നീ ആരാ നീ ഇല്ലയോ. ആരാ നീ? അപ്പോൾ ചെടി എന്ത് പറയും? ഞാൻ ചെടി. അപ്പം ഇതുപോലുള്ള ഒരുപാട് കോൺവെർസേഷനുകൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ടീച്ചർ ഇവിടെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാ മക്കളും എഴുതാൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്യാം. നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കിയേ. പട്ടം കണ്ടത്. പടം നോക്കൂ, എഴുതൂ. അപ്പോൾ നോക്കിയേ, പട്ടം എങ്ങോക്കെയോ സഞ്ചരിച്ച് അങ്ങനെ വരികയാണ്. അപ്പം പട്ടം കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. ആ പട്ടം കണ്ട കാഴ്ചകളൊക്കെയാണ് താഴെ അവിടെ പടത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പടം നന്നായിട്ട് നിരീക്ഷിക്കണം കേട്ടോ, നോക്കണം കേട്ടോ. അപ്പോൾ ആ പടത്തിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളത് അവിടെ നമുക്ക് എഴുതണം. അപ്പോൾ നോക്കിയേ, ആ പടത്തിനകത്ത് എന്തെല്ലാം ഉണ്ട്? എന്ത് കണ്ടു? വണ്ടി കണ്ടു, പുഴ കണ്ടു, വീട് കണ്ടു, മരം കണ്ടു, മല കണ്ടു, എഴുതിക്കൂടായോ? റോഡ് കണ്ടു. അങ്ങനെ പട്ടം കണ്ട കാഴ്ചകളെല്ലാം നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4, 5 എണ്ണം എഴുതണം. മക്കൾക്ക് എഴുതിക്കൂടായോ? ടീച്ചർ ഒന്ന് എഴുതി കാണിക്കട്ടെ. ടീച്ചർ ഇവിടെ മല കണ്ടു, വീട് കണ്ടു, മരം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഇതും ഇണ്ട എന്നുള്ള അക്ഷരം നന്നായിട്ട് എഴുതാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ മക്കൾ നന്നായിട്ട് എഴുതുക അത് കേട്ടോ, എഴുതി പഠിക്കണം എല്ലാവരും. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കാം. തിന്നാം വരച്ചു ചേർക്കൂ. ഇവിടെ കുറേ പക്ഷികളുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് അവയുടെ ഭക്ഷണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ പക്ഷികൾ ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് നമുക്കറിയാം ഇല്ലയോ. അപ്പോൾ നോക്കിയേ, പൊന്മാൻ ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത്? ആ പൊന്മാൻ വെള്ളത്തിലുള്ള മീനിനെയാണ് കഴിക്കുന്നത് ഇല്ലയോ. അതേപോലെ കോഴി എന്തിനെയാണ് കഴിക്കുന്നത്? കോഴി നമ്മുടെ മുറ്റത്ത് നടക്കുന്ന പുഴുക്കളെയൊക്കെ കൊത്തിപ്പറക്കി തിന്നുന്ന കോഴിയല്ലയോ. പിന്നെ നോക്കിക്കേ, തത്ത എന്താ കഴിക്കുന്നത്? ആ തത്ത പഴങ്ങളാണ് കഴിക്കുന്നത് ഇല്ലയോ. അപ്പോൾ ഇവിടെ എന്താണ്? പഴമായിട്ട് ബനാന ഇരിപ്പുണ്ട് ഇല്ലയോ. പിന്നെ നോക്കി, നമ്മുടെ പറക്കുന്ന തേൻകുരുവിയുടെ പടവും കൊടുത്തിട്ടുണ്ട്. തേൻകുരുവി എന്താ കുടിക്കുന്നത്? പൂക്കളിലെ തേനാണ് കുടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് കൊടുത്താലോ.
ടീച്ചർ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്മാൻ മീനിലേക്ക് വരയ്ക്കുക, കോഴി പുഴുവിലേക്ക്, തത്ത പഴത്തിലേക്ക്, തേൻകുരുവി പൂവിലേക്ക്. ഇനി അതിൻ്റെ തന്നെ താഴെയായിട്ട് നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കിക്കേ. കണ്ടെത്തൂ, വട്ടം വരയ്ക്കൂ. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. അപ്പോൾ ഈ 3 പക്ഷികളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഈ പ്രത്യേകതയുള്ളത്? നീണ്ട കഴുത്തുള്ളത് ആർക്കാ? നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. മൂങ്ങയ്ക്ക് നീണ്ട കാലുണ്ടോ? പൊന്മാന് വെളുത്ത നിറമുണ്ടോ? അപ്പോൾ ഈ പ്രത്യേകത ഉള്ളതെല്ലാം ആർക്കാ? നമ്മുടെ കൊക്കിനാണല്ലയോ. അപ്പം കൊക്കിന് വട്ടം വരച്ചു കൊടുക്കണം. കൊക്ക് ഏതാണെന്നൊക്കെ മക്കൾക്ക് പടം നോക്കിയാൽ അറിയാമല്ലോ. ആദ്യം ഇരിക്കുന്നത് മൂങ്ങയാണ്, രണ്ടാമതാണ് ഇരിക്കുന്നത് നമ്മുടെ കൊക്ക്, മൂന്നാമതിരിക്കുന്ന പൊന്മാൻ. വട്ടം വരയ്ക്കാം. ടീച്ചർ കൊക്കിന് വട്ടം വരച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി പഠിച്ചോണേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കേ. പ്രവർത്തനം 5, പൂവിലെത്തുന്നവർ. ഇവിടെ നമ്മുടെ പൂവിന്, ഒരു സുന്ദരി പൂവിന് ചുറ്റുമായിട്ട് കുറേ കൂട്ടുകാരുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കിക്കേ. തേനീച്ച, താറാവ്, വണ്ട്, ഉറുമ്പ്, മൂങ്ങ, തേൻകുരുവി, പൂമ്പാറ്റ, കോഴി. ഇനി ഇവരിൽ ആരാണ് പൂവുമായിട്ട് കൂട്ടുകൂടാൻ എത്തുന്നവർ? പൂവിൻ്റെ ചെങ്ങാതി ആരാണെന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ പൂവിൻ്റെ ചെങ്ങാതിമാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. തേനീച്ച വരത്തില്ലയോ? പൂവിനോട് കൂട്ടുകൂടാൻ തേനീച്ച വരത്തില്ലയോ? തേൻ കുടിക്കാൻ വരത്തില്ലയോ? വണ്ട് വരത്തില്ലയോ? വണ്ട് വരുമില്ലയോ? പിന്നെ ആര വരും? തേൻകുരുവി വരുമില്ലയോ? തേൻകുരുവി വരും. പൂമ്പാറ്റ വരുമില്ലയോ? ഇവരെല്ലാം പൂവിൻ്റെ ചെങ്ങാതിമാരല്ലയോ? അപ്പം നമുക്ക് വരച്ചു കൊടുത്താലോ? പൂവിലേക്ക് വരുന്ന ചെങ്ങാതിമാരെ ടീച്ചർ വരച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിയേ. ഉറുമ്പ് വരും, വണ്ട് വരും, തേൻകുരുവി വരും, പൂമ്പാറ്റ വരും, തേനീച്ച വരും, ഇല്ലയോ? അങ്ങനെ പൂവിൻ്റെ കൂട്ടുകാരാരൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് മക്കൾ എഴുതി പഠിക്കുകയും ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യണം. വീഡിയോ നന്നായിട്ട് കാണണം. അപ്പം ടീച്ചറിന് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ടീച്ചർ 1 മുതൽ 5 വരെയൊക്കെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പഠന പ്രയാസം ഉണ്ടെന്ന് വെച്ചാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് റെമഡി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.